Hi dears, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 ട്രയൽ അലോട്ട്മെന്റ് എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ, നിരവധി വിദ്യാർത്ഥികൾക്കാണ് കേരളത്തിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് എന്നാൽ OTP വരാതിരിക്കുകയും ആ കാരണത്താൽ കാൻഡിഡേറ്റ് ലോഗിൻ ബ്ലോക്ക്ഡ് ഡ്യൂ ടു OTP ലിമിറ്റ് എക്സീഡ്സ് ട്രൈ ആഫ്റ്റർ 12 hours ഇങ്ങനെയാണ് പലർക്കും ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ കാണിക്കുന്നത്. സോ 12 മണിക്കൂർ കാത്തിരിക്കുകയാണ് പല വിദ്യാർത്ഥികളും ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ കാത്തിരിക്കേണ്ടതില്ല. അതിനുള്ളൊരു ട്രിക്കുമായിട്ടാണ് MS സൊല്യൂഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. കാരണം നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തു തരാൻ പറ്റുമെന്നുള്ളതാണ് MS സൊല്യൂഷൻസിൻ്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? യെസ്, ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ 12 മണിക്കൂർ കാത്തിരിക്കുകയാണോ? ഇതുപോലെ സ്ക്രീനിൽ കാൻഡിഡേറ്റ് ലോഗിൻ ബ്ലോക്ക്ഡ് ഡ്യൂ ടു OTP ലിമിറ്റ് എക്സീഡ്സ് ട്രൈ ആഫ്റ്റർ 12 hours എന്ന് കാണിച്ച ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് MS സൊല്യൂഷൻസ് ചാനലിലാണെങ്കിലും നിങ്ങൾ MS സൊല്യൂഷൻസിൻ്റെ ലൈവിൽ MS സൊല്യൂഷൻസിൻ്റെ ഒരു ലൈവ് 7 മണിക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ലൈവിൽ എല്ലാവരും വരണം. ട്രയലുമായി ബന്ധപ്പെട്ട A to Z സംശയങ്ങളെല്ലാം നമുക്ക് ആ ലൈവിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, 7:30 മണിക്കുള്ള ലൈവാണ്. നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ലൈവിലേക്ക് വരിക. ഓക്കെ, യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്താ ശീലം അറിയോ? ഒന്ന്, നിങ്ങൾ ജസ്റ്റ് ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാർ പാസ്വേഡ് ഞാൻ മറന്നിട്ടൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യാണ്, ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ മറന്നുപോയി, ചോദിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചോദിച്ച് വരേണ്ടതാണെന്ന് അറിയിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കടോ. 26/12/2000 എത്രയായിരുന്നു? 8 ആണെന്ന് തോന്നുന്നു. 39/64/11. ഓക്കെ, സെലക്ട് ഡിസ്ട്രിക്റ്റ് കോഴിക്കോട് കൊടുത്തു. എടാ ഇപ്പോൾ ഒരു കോഡ് വരും കേട്ടോ, 05858. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, 2009. വീണ്ടും എൻ്റർ ദ ക്യാപ്ച 17772. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. യെസ്, ഇപ്പോൾ അത് അവർ സെൻഡ് OTP പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സെൻഡ് OTP കൊടുത്തിട്ടുണ്ട്. ഇനി ആ OTP ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. യെസ്, അപ്പോൾ ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ. 12 മണിക്കൂർ കാത്തിരിക്കാതെ ഞാൻ ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും കൊടുത്തിട്ട് OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 7675. ഓക്കെ, യെസ്, ഞാൻ സബ്മിറ്റ് OTP കൊടുക്കുകയാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. യെസ്, അപ്പോൾ ന്യൂ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ ന്യൂ പാസ്വേഡ് ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, യെസ്, ഞാനൊരു ന്യൂ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. കൺഫേം പാസ്വേഡ് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ ഒന്നും കട്ട് ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾക്കെല്ലാം ക്ലിയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. യെസ്, ഇനി ഞാൻ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. യെസ്, കാനഡ ലോഗിൻ ക്രെഡൻഷ്യൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. സോ കാനഡ ലോഗിൻ അപ്ഡേറ്റ് ചെയ്തു. നേരെ താഴെ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവരുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുകയാണ്. അതിനുശേഷം പാസ്വേഡ്, പുതിയ പാസ്വേഡ് ഞാൻ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പുതിയ പാസ്വേഡും കൊടുത്തു. ഇനി എന്താ കൊടുക്കേണ്ടത്, ഡിസ്ട്രിക്റ്റ് കൊടുത്തു, കാലിക്കറ്റ് കൊടുത്തു, ലോഗിൻ ചെയ്തു. യെസ്, നോക്കിക്കേ കറങ്ങുന്നു. യെസ്, വീണ്ടും സെൻഡ് OTP. ഒരു സെൻഡ് OTP ഇപ്പോൾ വരും. സെൻഡ് OTP ഇപ്പോൾ വരും. യെസ്, ഒരു സെൻഡ് OTP കൊടുത്തിട്ടുണ്ട്. കാര്യം പുതിയ പാസ്വേഡ് ആണല്ലോ, OTP കൊടുക്കണമല്ലോ. OTP കൊടുക്കുകയാണ്. ആ OTP വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് ലഭിച്ചിരിക്കും. എന്നിട്ട് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. 4663. യെസ്, ഇതാ OTP കൊടുത്തു. സബ്മിറ്റ് OTP ക്ലിക്ക് ചെയ്തു. വെയിറ്റ് ചെയ്യാണ്. യെസ്, ആ കുട്ടിയുടെ പേജ് ഓപ്പൺ ആയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിവിടെ നിങ്ങൾ കാണുന്ന ഈ എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. സോ ഈ പേജ് ഓപ്പൺ ആവാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. സിമ്പിളായിട്ടൊരു ഐഡിയ ഞാൻ ഉപയോഗിച്ചു. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തിട്ട്
പുതിയതായി കാൻഡൈ ലോഗിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ OTPൻ്റെ പ്രശ്നം വന്നിട്ടില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലുതായിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 12 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യേണ്ട. വേഗം ഇതുപോലെ ചെയ്തോ, എന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇനിയും ഇതുപോലെയുള്ള അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട A to Z ട്രിക്സ് മാത്രമല്ല, ട്രയൽ അലോട്ട്മെന്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യം 7:30 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ടാവും. ആ ലൈവിലേക്ക് എല്ലാവരും വരിക കേട്ടോ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.